Okay, so chemotherapy ആണ് നമ്മൾ പറയുന്നത്. Chemotherapy എന്താണ്? Chemotherapy is defined as the treatment of infection and malignancy without damaging the host cell. അപ്പം host cellന്റെ ബോഡിയിലെ ടിഷ്യൂസിന് ഡാമേജ് ഒന്നും ഉണ്ടാക്കാതെ ഒരു ഇൻഫെക്ഷനെയോ അല്ലെങ്കിൽ ഒരു മാലിഗ്നൻസിനെയോ ട്രീറ്റ് ചെയ്യുന്നതിനെയാണ് കീമോതെറാപ്പി എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ കീമോതെറാപ്യൂട്ടിക് ഏജന്റ്സിനെ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് ബാക്ടീരിയോസ്റ്റാറ്റിക് ഏജന്റ്. ബാക്ടീരിയോസ്റ്റാറ്റിക് ഏജന്റ്സ് എന്താ ചെയ്യുന്നത്? സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? They will inhibit the growth of bacteria, അല്ലേ? Then bactericidal agents ഉണ്ട്. They will destroy the microorganism. And anti-malignant agents ഉണ്ട്. They are used to treat malignancy. So bacteriostatic, bactericidal and anti-malignant agents. ഇത്രയുമാണ് ഉള്ളത്. Okay, so first one is antibiotics. Antibiotics are chemical substance obtained from microorganisms. They either kill അല്ലെങ്കിൽ destroy microorganisms. So antibiotics എന്ന് പറയുന്നത് മൈക്രോ ഓർഗാനിസത്തിൽ നമുക്ക് കിട്ടുന്ന കെമിക്കൽ സബ്സ്റ്റൻസുകളാണ്. അവരെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? either to kill അല്ലെങ്കിൽ ഡിസ്ട്രോയ് മൈക്രോ ഓർഗാനിസം. രണ്ട് തരത്തിലാണുള്ളത്, നാരോ സ്പെക്ട്രോം, ബ്രോഡ് സ്പെക്ട്രോം. നാരോ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നെങ്കിൽ ഗ്രാം പോസിറ്റീവ് അല്ലെങ്കിൽ ഗ്രാം നെഗറ്റീവ്, ഏതെങ്കിലും ഒരു കാറ്റഗറിനെ മാത്രമേ കില്ല് ചെയ്യുള്ളൂ. ബ്രോഡ് സ്പെക്ട്രം അങ്ങനെയല്ല, ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും രണ്ടാൾക്കാരിലും ഈക്വൽ ആയിട്ട് ഇഫക്റ്റീവ് ആയിരിക്കും. മനസ്സിലായല്ലോ അല്ലെ? സോ ദേ ആർ ഓൾസോ ആക്റ്റീവ് അഗെയിൻസ്റ്റ് റിക്കറ്റ്സിയ ആൻഡ് ക്ലാമിഡിയ. ഓക്കെ, ഇനി ക്ലാസിഫിക്കേഷൻ തന്നെ ബ്രോഡ് സ്പെക്ട്രം, നാരോ സ്പെക്ട്രം, ആന്റി പ്രോട്ടോസോവൽ ആന്റിബയോട്ടിക്സ്, ആന്റി ഫംഗൽ ആന്റിബയോട്ടിക്സ്, ആന്റി മാലിഗ്നന്റ് ആന്റിബയോട്ടിക്സ്, അങ്ങനെ പല കാറ്റഗറി ഓഫ് ആന്റിബയോട്ടിക്സ് ഉണ്ട്. ഏറ്റവും ആദ്യത്തേതാണ് ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്. ബ്രോഡ് സ്പെക്ട്രത്തിന്റെ എക്സാമ്പിൾസ് ആണ്, എഴുതിക്കോളൂ, ടെട്രാസൈക്ലിൻ ആൻഡ് ക്ലോറാംഫെനിക്കോൾ. ചോദ്യങ്ങൾ പ്രധാനമാണ്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ ഏതാണ്, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ ഏതാണ്, അങ്ങനെ ചോദ്യങ്ങൾ കാണാറുണ്ട്. ഫസ്റ്റ്, ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സ് ഏതാണ് എന്നാണ് ചോദ്യം. ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്കിന് എക്സാമ്പിൾ ആണ് ടെട്രാസൈക്ലിൻ ആൻഡ് ക്ലോറാംഫെനിക്കോൾ. ഓക്കെ, ഇനി നാരോ സ്പെക്ട്രം നോക്കാം. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ ഇഫക്റ്റീവ് ആയിട്ടുള്ളതാണ് പെനിസിലിൻ, എരിത്രോമൈസിൻ, ലിങ്കോമൈസിൻ, വാൻകോമൈസിൻ, നോവോബയോസിൻ. ഓക്കെ, ഇതൊക്കെയാണ് പെനിസിലിൻ, എരിത്രോമൈസിൻ, ലിങ്കോമൈസിൻ, vancomycin and novobiosin. Okay, then next one is effective against gram negative bacteria. Gram negative bacteria ke effective ആയിട്ടാണ് streptomycin and kanamycin. മനസ്സിലായോ? ബ്രോഡ് സ്പെക്ട്രം ഉണ്ട്, നാരോ സ്പെക്ട്രം ഉണ്ട്. ബ്രോഡ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ബോത്ത് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് രണ്ടാൾക്കാരോടും ഈക്വലി ഇഫക്റ്റീവ് ആയിരിക്കും. അതാണ് ബ്രോഡ് സ്പെക്ട്രം. ഇനി ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയോട് ഇഫക്റ്റീവ് ആയിട്ടുള്ളതാണ് പെനിസിലിൻ, എരിത്രോമൈസിൻ, ദെൻ ലിങ്കോമൈസിൻ, വാൻകോമൈസിൻ, നോവോബയോസിൻ ഒക്കെ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. ഗ്രാം നെഗറ്റീവ് ആണ് സ്ട്രെപ്റ്റോമൈസിൻ, കാനാമൈസിൻ ഒക്കെ. ഇനി ആന്റി പ്രോട്ടോസോവൽ ഏജന്റ്സ് ആണ് പരമോമൈസിൻ, ഫുമാഗിലിൻ, ഇതൊക്കെ എന്താണ്? ആന്റി പ്രോട്ടോസോവൽ ആന്റിബയോട്ടിക് ആണ്. ആന്റി ഫംഗൽ ആന്റിബയോട്ടിക്കുകൾ അറിയാലോ, നൈസ്റ്റാറ്റിൻ, ആംഫോടെറിസിൻ, ബിഗ്രിസിയോ, ഫുൾവിൻ, ഹാമൈസിൻ, ഇതൊക്കെയാണ് ആന്റി ഫംഗൽ ആന്റിബയോട്ടിക്സ്. ഇനി ആന്റി മാലിഗ്നന്റ് ആന്റിബയോട്ടിക്കിന് എക്സാമ്പിൾ ആണ് ആക്ടിനോമൈസിൻ ഡി. ഓക്കെ, ഇതാണ് ആക്ടിനോമൈസിൻ ഡി. ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആണ് ക്ലാസിഫിക്കേഷൻ. That is, antibiotics may act by any one of the following mechanism. നമ്മൾ പഠിക്കുന്ന ആന്റിബയോട്ടിക്സ് ഈ താഴെ പറയുന്നതിൽ ഒരു പർട്ടിക്കുലർ മെത്തേഡ് ആയിരിക്കും പൊതുവെ അതിന്റെ ഒരു മെത്തേഡായിട്ട് സ്വീകരിക്കുക. ഒന്നെങ്കിൽ അതിന് സെൽ വോൾ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ, സെൽ വോൾ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യാം. ഏതൊക്കെയാണ്? പെനിസിലിൻ, then cephalosporin and cyclosporin. Penicillin, cephalosporin and cyclosporin
സെൽ വോൾ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് ഇത് മൂന്നും. നെക്സ്റ്റ്, ഇൻഹിബിറ്റ് ദ ഫങ്ഷൻ ഓഫ് സെൽ മെംബ്രെയിൻ, അതായത് പോളിമിക്സിൻ, നോവോബയോസിൻ, നൈസ്റ്റാറ്റിൻ, ഇതൊക്കെ സെൽ മെംബ്രെയിന്റെ ഫങ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒന്നും കൂടെ ഞാൻ പറയാം. സെൽ വോൾ സിന്തസൈസ് ചെയ്യുന്നതേ ഇൻഹിബിറ്റ് ചെയ്യും പെനിസിലിനും സെഫലോസ്പോറിനും അതേപോലെ സൈക്ലോസെറിനും. ഓക്കെ, സെൽ വോളിന്റെ ഫങ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് നോവോബയോസിൻ, നൈസ്റ്റാറ്റിൻ ആൻഡ് പോളിമിക്സിൻ, PNN. ഓക്കെ, PNN. മറ്റേതോ PCC. സെൽ വോൾ സിന്തസൈസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നത് PCC ആൻഡ് സെൽ മെംബ്രൈൻ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആളാണ്, സെൽ മെംബ്രൈന്റെ ഫങ്ഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് പോളിമിക്സിൻ, നോവോബയോസിൻ ആൻഡ് നൈസ്റ്റാറ്റിൻ. Next is by inhibit protein synthesis. Protein synthesis ne inhibit ചെയ്യുന്ന ആരൊക്കെയാണ്? Chloramphenicol, tetracycline, erythromycin and also lincomycin. അപ്പം പ്രോട്ടീൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ക്ലോറാംഫിനിക്കോൾ, ടെട്രാസൈക്ലിൻ, എരിത്രോമൈസിൻ, ലിൻകോമൈസിൻ. ഓക്കെ, DNA-യുടെ ഫങ്ഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് rifampicin. It will inhibit the function of DNA. Rifampicin. Next, DNA gyrase in the function inhibit ചെയ്യുന്നതാണ് fluoroquinolones. Okay, so ഞാൻ പറയുന്ന ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേൾക്കുക. സെൽ വാൾ സിന്തസിസ് ഇൻഹിബിറ്റ് ചെയ്യുന്നത് PCC. ആരൊക്കെയാ? സെഫലോസ്പോറിൻ, പെനിസിലിൻ ആൻഡ് സൈക്ലോസെറിൻ, PCC. Okay, inhibit the function of cell wall ആണെന്നുണ്ടെങ്കിലോ PNN, novomycin, polymyxin and nystatin. Okay, പ്രോട്ടീൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ക്ലോറാംഫിനിക്കോൾ, ടെട്രാസൈക്ലിൻ, എരിത്രോമൈസിൻ, ലിൻകോമൈസിൻ. ക്ലോറാംഫിനിക്കോൾ, ടെട്രാസൈക്ലിൻ, എരിത്രോമൈസിൻ ആൻഡ് ലിൻകോമൈസിൻ. ദെൻ DNA ഫങ്ഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആളാണ് റിഫാംബസിൻ. ഇൻഹിബിറ്റ് ദ DNA ഫങ്ഷൻ റിഫാംബസിൻ. Then by inhibiting DNA gyrase, fluoroquinolone. DNA റിഫാംബസിൻ, DNA gyrase into the fluoroquinolones. Okay. Then ഈ റെസിസ്റ്റൻസ് ടു ആന്റിമൈക്രോബിയൽ ഏജൻസ് പറയാം. രണ്ട് രീതിയിൽ ഒരു മൈക്രോ ഓർഗാനിസം ഒരു ആന്റി മൈക്രോബിയൽ ഏജന്റിനോട് അൺറെസ്പോൺസീവ് ആയിട്ട് മാറാം. ഓക്കെ, സോ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ അൺറെസ്പോൺസീവ്നെസ് ടു ആൻ ആന്റിബയോട്ടിക് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ ഗെയിൻ ചെയ്യാം. ഒന്ന് ബൈ നാച്ചുറൽ റെസിസ്റ്റൻസ്, രണ്ട് ബൈ അക്വയേർഡ് റെസിസ്റ്റൻസ്. നാച്ചുറൽ റെസിസ്റ്റൻസ് ആൻഡ് അക്വയേർഡ് റെസിസ്റ്റൻസ്. നാച്ചുറൽ റെസിസ്റ്റൻസ് എന്താണ്? നാച്ചുറൽ റെസിസ്റ്റൻസ് ഇറ്റ് occurs by nature even without exposure to the antimicrobial agent. അതായത് ഇതിനു മുമ്പ് ഒരിക്കലും ഈ ആന്റിബയോട്ടിക്കിനോട് എക്സ്പോസ്ഡ് ആയിട്ടില്ല, പക്ഷെ നാച്ചുറലി തന്നെ ഈ ആന്റിബയോട്ടിക്കിനോട് ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ അൺറെസ്പോൺസീവ്നെസ് ഉണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം പെനിസിലിൻ എന്താണ്? പെനിസിലിൻ narrow spectrum antibiotic and it is effective against gram positive bacteria. So gram negative bacilli are never exposed to penicillin but are resistant by nature. അപ്പം പെനിസിലിൻ എപ്പോഴും സെൻസിറ്റീവ് ആയിരിക്കുന്നത് ഗ്രാം പോസിറ്റീവിനാണ്. അപ്പൊ ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം അവിടെ വന്നാൽ തന്നെയും ഒരു തരത്തിലുള്ള ആക്ഷനും അവിടെ സംഭവിക്കില്ല. ഇതാണ് നാച്ചുറൽ റെസിസ്റ്റൻസ്. അടുത്തതാണ് അക്വയേർഡ് റെസിസ്റ്റൻസ്. അക്വയേർഡ് റെസിസ്റ്റൻസ് എന്താ? ഇറ്റ് occurs after exposure of the organism to an antimicrobial agent. അപ്പം ഒരു ആന്റിമൈക്രോബിയൽ ഏജന്റിനോട് ഈ എക്സ്പോസ്ഡ് ആയി കഴിയുമ്പോൾ നമുക്ക് അക്വയർ ചെയ്ത് കിട്ടുന്ന റെസിസ്റ്റൻസിനെയാണ് അക്വയേർഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് occurs after exposure of the organism to an antimicrobial agent. The previously sensitive organism
develops resistance after use of the antimicrobial agent. അപ്പം ഇതിനു മുമ്പ് സെൻസിറ്റീവ് ആയിരിക്കാം, പക്ഷെ ഒരുപാട് സമയം ഈ ആന്റി മൈക്രോബിയൽ ഏജന്റുമായിട്ട് എക്സ്പോഷറിൽ വന്നപ്പോൾ അത് റെസിസ്റ്റന്റ് ആയി മാറിയിരിക്കുന്നു. സോ വൺ സെൻസിറ്റീവ് ബിക്കം ഇൻസെൻസിറ്റീവ്. ഓക്കെ, സോ ഒരു സമയത്ത് ഈ ആന്റിബയോട്ടിക്കിൽ നമ്മൾ എക്സ്പോസ് ചെയ്തപ്പോൾ അത് ആക്റ്റീവ് ആയിരുന്നു, പക്ഷെ ഇപ്പോൾ അല്ല. ഓക്കെ, അതാണ് കണ്ടീഷൻ, ഇപ്പോൾ അല്ല. Then the various mechanisms for acquired resistance are ഒന്ന് mutation, രണ്ട് transduction, മൂന്ന് transformation and നാല് conjugation. അപ്പം acquired resistance എന്താണെന്നാ ഞാൻ പറഞ്ഞത്? ഒരിക്കൽ ഈ ആന്റിബയോട്ടിക്കിനോട് സെൻസിറ്റീവ് ആയിരുന്നു, എന്നാൽ ഇപ്പോൾ അത് ഇൻസെൻസിറ്റീവ് ആയിട്ടിരിക്കുന്നു. ഓക്കെ, സോ ഇതിന് പല രീതിയിൽ ഈ ഇൻസെൻസിറ്റിവിറ്റി ഉണ്ടാകാം. ഒന്ന് മ്യൂട്ടേഷൻ, രണ്ട് ട്രാൻസ്ഡക്ഷൻ, മൂന്ന് ട്രാൻസ്ഫർമേഷൻ, നാല് കോൺജുഗേഷൻ. സോ നമുക്ക് ആയിട്ട് നോക്കാം. മ്യൂട്ടേഷൻ, ഇറ്റ് ഈസ് എ സഡൻ ബട്ട് എ പെർമനന്റ് ജനറ്റിക്കൽ ഡാമേജ് അല്ലെങ്കിൽ ചേഞ്ച്. ഇറ്റ് ഓക്വേഴ്സ് ഡ്യൂ ടു ഓൾട്ടറേഷൻ ഓഫ് ദ സീക്വൻസ് ഓഫ് DNA. അപ്പം ഒരു പെട്ടെന്നുള്ള ഒരു ചേഞ്ച് ആണ്, പക്ഷെ ആ പെട്ടെന്നുള്ള ചേഞ്ച് കൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? നമ്മുടെ DNA ഒരു പെർമനന്റ് ചേഞ്ച് സംഭവിച്ചു. ആൻഡ് എക്സാമ്പിൾ റെസിസ്റ്റൻസ് ടു എരിത്രോമൈസിൻ. എരിത്രോമൈസിൻ പോലെയുള്ള ഡ്രഗിനോടുള്ള റെസിസ്റ്റൻസ് വരെ അതിന് എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾ റെസിസ്റ്റൻസ് ടു erythromycin. Next is transduction. What is transduction? The DNA carrying the gene for resistance is transferred from one microorganism to other by bacteriophage. അപ്പം ഒരു ആളിൽ നിന്ന്, അതായത് ഒരു DNA carrying gene for resistance is transferred from ഒരു മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് മറ്റൊരു ഓർഗാനിസത്തിലേക്ക്, ഒരു ബാക്ടീരിയോഫേജ്. ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബാക്ടീരിയൽ വൈറൽ ബോണ്ടിങ്ങിനെ ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഒരു DNA ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? It is called as, പറയൂ, it is called as what? ട്രാൻസ്ഡക്ഷൻ. ബാക്ടീരിയോഫേജിന്റെ സഹായത്തോടു കൂടി അതെന്ത് ചെയ്യുന്നു? ഒരു ഓർഗാനിസത്തിൽ നിന്ന് മറ്റൊരു ഓർഗാനിസത്തിലേക്ക് മാറുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ട്രാൻസ്ഫോർമേഷൻ. സോ റെസിസ്റ്റന്റ് ബാക്ടീരിയ release genetic material into the medium. This resistant material is taken by other bacteria. So മീഡിയത്തിലേക്ക് ഈ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ബാക്ടീരിയ അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ ഇടുന്നു. ഈ ജനറ്റിക് മെറ്റീരിയൽ എന്ത് ചെയ്യുന്നു? മറ്റുള്ള ബാക്ടീരിയകൾ എടുക്കുന്നു, എന്നിട്ട് അവരുടെ ഒരു ചേഞ്ച് വരുന്ന ട്രാൻസ്ഫോർമേഷൻ. Then conjugation, transfer of resistant genetic material from a resistant bacteria to another through a bridge called as sex pilus. സെക്സ് പൈലസിൽ കൂടെ ഒരു ബ്രിഡ്ജ് ഇട്ടിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? റെസിസ്റ്റന്റ് ബാക്ടീരിയ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ട് ആ ബ്രിഡ്ജിലൂടെ ആയിരിക്കും അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ എങ്ങനെയാണ് റെസിസ്റ്റൻസ് അക്വയർ ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ഓക്കെ, okay, so next is mutation, transduction, transformation and conjugation. ഈ 4 മെത്തേഡിൽ കൂടെയാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? റെസിസ്റ്റൻസ് അക്വയർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് മ്യൂട്ടേഷൻ. പെർമനന്റ് ആയിട്ടുള്ള ഒരു ജനറ്റിക്കൽ ചേഞ്ച് ആണ് മ്യൂട്ടേഷൻ. ട്രാൻസ്ഡക്ഷൻ എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയോഫേജിന്റെ സഹായത്തോടു കൂടിയാണ് ഓർഗാനിസംസ് റെസിസ്റ്റൻസ് അക്വയർ ചെയ്യുന്നത്. DNA ക്യാരിയിങ് ജീൻ ആയിരിക്കും അവിടെ ചേഞ്ച് ഉണ്ടാക്കുക. നെക്സ്റ്റ് ഈസ് ട്രാൻസ്ഫോർമേഷൻ.
Transformation എന്താണ്? Resistant bacteria will release the genetic material into the medium. ആ മീഡിയത്തിൽ നിന്നാണ് മറ്റു ബാക്ടീരിയ അതിനെ എടുക്കുന്നത്. Then conjugation bridge അഥവാ സെക്സ് പൈലസ് ഇട്ടുകൊണ്ടാണ് resistant bacteria അതിന് genetic material transfer ചെയ്യുന്നത്. Resistance may also occur through enzymes which destroy the bacteria. അതായത് റെസിസ്റ്റൻസ് എൻസൈമിൽ കൂടെയും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വരാം. Resistance may also occur through enzymes which destroy the bacteria. So penicillin resistance due to beta lactamase which destroy penicillin. അപ്പം ചില സമയം റെസിസ്റ്റൻസ് എൻസൈമിൽ കൂടെയും വരും. അതുകൊണ്ടാണ് whenever we give ആ മാർക്സിൽ കൊടുക്കുമ്പോൾ നമ്മൾ ബീറ്റ ലാക്ടമേസിനെയും കൂടെ ആഡ് ചെയ്യും. അല്ലെങ്കിൽ ബീറ്റ ലാക്ടമേസ് നമ്മുടെ പർട്ടിക്കുലർ ഡ്രഗിനെ ഡീഗ്രേഡ് ചെയ്യും. Process resistance എന്താ? It is resistance for closely related drugs. ചിലപ്പം ഒരു ഡ്രഗിന് എഗെയിൻസ്റ്റ് ആയിരിക്കും റെസിസ്റ്റന്റ് ഉണ്ടാകുന്നത്. അവർ കെമിക്കലി റിലേറ്റഡ് ആയെന്നുണ്ടെങ്കിൽ ഒരു ഡ്രഗിൽ നിന്ന് മറ്റൊരു ഡ്രഗിലേക്കും എന്ത് സംഭവിക്കുന്നു? റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു. ഓക്കെ, സോ സിമിലർ കെമിക്കൽ സ്ട്രക്ചർ ആണ് എന്നുണ്ടെങ്കിൽ ഒരു ഡ്രഗിന് എഗെയിൻസ്റ്റ് അതൊരു എന്താ പറയുക റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്താൽ സിമിലർ സ്ട്രക്ചറുള്ള ഡ്രഗ് പിന്നീട് ബോഡിയിൽ എത്തുമ്പോൾ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല, അത് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ, ടെട്രാസൈക്ലിൻ ഡോക്സിസൈക്ലിനുമാണ് അതിന് എക്സാമ്പിൾ. നെക്സ്റ്റ് ഈസ് സൂപ്പർ ഇൻഫെക്ഷൻ. സൂപ്പർ ഇൻഫെക്ഷൻ എന്താണ്? ഇറ്റ് ഈസ് occurrence of a new infection as a result of treating an already occurred infection. മനസ്സിലായോ? സൂപ്പർ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓൾറെഡി ഒരു ഇൻഫെക്ഷൻ നമ്മൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അതിന്റെ കൂടെ എന്ത് സംഭവിക്കുന്നു? ഒരു പുതിയ ഇൻഫെക്ഷൻ വരുന്നതിനെയാണ് സൂപ്പർ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് occurs due to suppression or change in the നോർമൽ മൈക്രോഫ്ലോറ ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയിലെ നോർമൽ മൈക്രോഫ്ലോറയിൽ ഒരു ചേഞ്ച് വന്നിട്ട് സംഭവിക്കുന്നതാണ് സൂപ്പർ ഇൻഫെക്ഷൻ. ആൻഡ് വെൻ ദ ഇൻഫെക്റ്റഡ് സൈറ്റ് ബിക്കംസ് സ്റ്റെറൈൽ, അതർ ഓർഗാനിസംസ് അവിടെ കയറുന്നു, എന്നിട്ട് അവിടെ സൂപ്പർ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നു. ഇനി കീമോ പ്രൊഫൈലാക്സിസ് എന്നൊരു വേർഡ് കേട്ടിട്ടുണ്ടോ? എന്താണ് പ്രൊഫൈലാക്സിസ് എന്ന വേർഡ് തന്നെ? എന്താ? യൂസിങ് ഡ്രഗ് ടു പ്രിവെന്റ് ഇൻഫെക്ഷൻ. സോ കീമോ പ്രൊഫൈലാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ആന്റി മൈക്രോബിയൽ ഏജന്റിനെ കൊടുക്കുന്നു. ഈ ആന്റി മൈക്രോബിയൽ ഏജന്റ് നമുക്ക് ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് കണ്ടീഷൻസ്. ഒന്ന്, ടു പ്രൊട്ടക്ട് ഹെൽത്തി പേഴ്സൺസ് ഫ്രം ഇൻഫെക്ഷൻ. ഓക്കെ, ഒരു ഹെൽത്തി പേഴ്സണെ ഇൻഫെക്ഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ, to prevent infection in high-risk patients in close contact with infected patient, and surgical prophylaxis. Okay, to protect healthy person, ഒരു ആരോഗ്യമുള്ള ആളെ ഇൻഫെക്ഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ, ഹൈലി റിസ്ക് ആയിട്ടുള്ള പേഷ്യന്റിനെ ഇൻഫെക്ഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ, ക്ലോസ് കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ, ആൻഡ് ഓൾസോ സർജിക്കൽ പ്രൊഫൈലാക്സിസ്. ഇത്രയുമാണ് കീമോ പ്രൊഫൈലാക്സിസ്. നെക്സ്റ്റ്, ഗ്രാം പോസിറ്റീവ് കോക്കായി, ഗ്രാം നെഗറ്റീവ് കോക്കായി, ഗ്രാം പോസിറ്റീവ് ബാസിലൈ, ഗ്രാം നെഗറ്റീവ് ബാസിലൈ. ഈ മൈക്രോ ഓർഗാനിസത്തിന്റെ പേരുകൾ ഒന്ന് അറിഞ്ഞിരിക്കണം. ആസിഡ് ഫാസ്റ്റ് ബാസിലൈ ഉണ്ട്, സ്പൈറോക്കീറ്റ്സ് ഉണ്ട്, കുറച്ച് അതേഴ്സ് ഉണ്ട്. ഓക്കെ, ഏറ്റവും ആദ്യം പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ പഠിക്കാം. ഗ്രാം പോസിറ്റീവ് കോക്കൈ. ഓക്കെ, ഗ്രാം പോസിറ്റീവ് കോക്കൈ ആണ് സ്ട്രെപ്റ്റോകോക്കായി, സ്റ്റെഫലോകോക്കായി, ന്യൂമോകോക്കായി, എൻറ്റിറോകോക്കായി. ഓക്കെ, അതേപോലെ തന്നെ ഷേപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് പഠിക്കണം. ഓക്കെ, ഷേപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് നമുക്ക് പഠിക്കണം. ഫസ്റ്റ് നമുക്കിപ്പോ ഇത് പഠിക്കാം. ഗ്രാം പോസിറ്റീവ് കോക്കൈ. ഗ്രാം പോസിറ്റീവ് കോക്കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്ട്രെപ്റ്റോകോക്കൈ ഉണ്ട്, സ്റ്റെഫലോകോക്കൈ ഉണ്ട്, ന്യൂമോകോക്കൈ ഉണ്ട്, ദെൻ എൻറ്റിറോകോക്കൈ ഉണ്ട്. സ്ട്രെപ്റ്റോകോക്കൈ, സ്റ്റെഫലോകോക്കൈ, ന്യൂമോകോക്കൈ ആൻഡ് എൻറ്റിറോകോക്കൈ. നെക്സ്റ്റ്, ഗ്രാം നെഗറ്റീവ് കോക്കൈ, നിസേരിയ ഗൊണോറിയ ആൻഡ് നിസേരിയ മെനിഞ്ചിറ്റിഡൈസ്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് ഗ്രാം പോസിറ്റീവ് ബാസിലൈ. അതാണ് ബാസിലസ് ആന്ത്രാസിസ്, കോർണി ബാക്ടീരിയം, ഡിഫ്തീരിയ,
Clostridium tetani, Clostridium perfringens, and Clostridium difficile. Okay, then on gram-positive bacteria, then gram-negative ആണ് E. coli, Proteus, Pseudomonas, Salmonella, Shigella, Klebsiella, Brucella, H. influenza, Vibrio cholerae. ഇതൊക്കെയാണ് എന്ത്? All these are gram-negative bacilli. Okay. Next is acid-fast bacilli. Acid-fast bacilli എന്താണ്? Tuberculosis, M. leprae, Mycobarium species എല്ലാം acid-fast bacilli ആണ്. Spirochetes example Treponema pallidum and Treponema leptospira. Okay, spirochetes are leptospira and Treponema pallidum. Others example are Helicobacter, Rickettsia, Mycoplasma pneumoniae, Chlamydia, Trachomonas ഒക്കെ അതാണ്. ഇനി ഷേപ്പ് പറയുകയാണെങ്കിൽ ഈ റൗണ്ടിൽ ഇരിക്കുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് കോക്കൈ. ഓക്കെ, റൗണ്ട് ഷേപ്പ് ആണ് പൊതുവെ കോക്കൈക്കുള്ളത്. ബാസില്ല ആണെങ്കിലോ, ബാസില്ല ഈസ് റോഡ് ഷേപ്ഡ് അല്ലെ, ഇറ്റ് ഈസ് റോഡ് ഷേപ്പ്. സോ ഇപ്പം ഡിപ്ലോകോക്കൈ, ടെട്രാഡ്, ദെൻ യൂഷ്വലി കോക്കൈ എന്ന് പറയുന്നത് സ്പിയർ പോലെ റൗണ്ട് പോലെ ആയിരിക്കും ഇരിക്കുന്നത്. ബാസില്ല എന്ന് പറയുന്നതാണ് റോഡ് ഷേപ്പിലിരിക്കുന്നത്. സ്പൈറൽ ഷേപ്പിലിരിക്കുന്നതാണ് വിബ്രിയോ. ഓക്കെ, അല്ലെങ്കിൽ സ്പൈറില്ല, അല്ലെങ്കിൽ സ്പൈറോകീറ്റ്സ്, ഇവരൊക്കെ എന്താണ്? സ്പൈറൽസ് ആണ്. റോഡ് ഷേപ്ഡ് ആണ് ബാസില്ല. ഓക്കെ, കഴിഞ്ഞ ഏതോ ഒരു ഇതിന് എക്സാമ്പിൾ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, കോമ ഷേപ്ഡ് ബാക്ടീരിയ ഏതാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, കോമ ഷേപ്ഡ് ബാക്ടീരിയയുടെ എക്സാമ്പിൾ എന്താണ്? വിബ്രിയോ കേട്ടോ. വിബ്രിയോ ആണ് കോമ ഷേപ്ഡ്. കോക്കൈ എന്ന് പറഞ്ഞ റൗണ്ട് ഷേപ്പ്, മറ്റേത് റോഡ് ഷേപ്ഡ്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ഞാൻ കുറച്ച് ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസത്തിന്റെ പേര് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, എത്രത്തോളം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്നൊന്നും അറിയില്ല, പക്ഷെ നമ്മൾ ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. ഇപ്പൊ മൈക്രോ ഓർഗാനിസത്തിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മളിപ്പം പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് ആലോചിക്കാം. ഫസ്റ്റ് വൺ ഇസ് ഗ്രാം പോസിറ്റീവ്. ഏതാ ഗ്രാം പോസിറ്റീവിന് എക്സാമ്പിൾ പറഞ്ഞേ? gram positive, streptococci, streptococci, then staphylococci, then pneumococci, then enterococci. മനസ്സിലായോ? അപ്പൊ കോക്കൈ എന്ന് പറയുന്ന ഷേപ്പ് തന്നെ എന്താണ്? കോക്കൈ എന്ന് പറയുന്ന ഷേപ്പ് തന്നെ റൗണ്ട് അല്ലെങ്കിൽ ഒരു സ്പെറിക്കൽ ഷേപ്പ് ആണ് അല്ലെ. സോ ഗ്രാം പോസിറ്റീവ് എന്ന് പറയുമ്പോ streptococci, staphylococci, pneumococci, and enterococci. That is gram-positive cocci. Okay. Next is gram-negative cocci. Gram-negative cocci ആണ് Neisseria gonorrhea. Neisseria gram-negative ആണ്. Neisseria ഉണ്ടാക്കുന്ന ഡിസീസ് എന്താണ്? ഗോണറിയ. STD, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. അതേപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുന്ന ഒരു ഡിസീസ് ആണ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഗ്രാം നെഗറ്റീവ് നിസേറിയ ഗൊണേറിയ. ദെൻ മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കുന്ന നിസേറിയ മെനിഞ്ചൈറ്റിഡിസ്, ഇതും ഗ്രാം നെഗറ്റീവ് കോക്കൈ ആണ്. ഓക്കെ, ഗ്രാം നെഗറ്റീവ് കോക്കൈ ഏതൊക്കെയാണ്? നിസേറിയ ഗൊണേറിയ ആൻഡ് നിസേറിയ മെനിഞ്ചൈറ്റിഡിസ്. Okay, then gram positive bacteria. Gram positive ആണ് Bacillus, Anthracis, Corynebacterium, diphtheria. Corynebacterium, diphtheria നമുക്ക് ഡിഫ്തീരിയ ഉണ്ടാക്കുന്ന ആളാണ്. Then Clostridium tetani, നമുക്ക് ബാക്ടീരിയ ഇൻഫെക്ഷൻ ആയിട്ടുള്ള ടെറ്റനസ് ഉണ്ടാക്കുന്നതാണ് Clostridium tetani. Then Clostridium perfringens, then Clostridium difficile. Okay, usually infections diarrhea ഒക്കെ ഉണ്ടാക്കുന്നതാണ് difficile. Okay, then gram negative bacilli ആണ് E. coli, Proteus. E. coli പ്രധാനമായിട്ടും ഉണ്ടാക്കുന്ന എന്ത് ഇൻഫെക്ഷൻസ്? UTI. Proteans, E. coli ആണ് urinary infections ഉണ്ടാക്കുന്നത്. Then Proteus, Pseudomonas, Salmonella, Shigella, Klebsiella, Brucella, H. influenza, Vibrio cholerae, all these are gram negative bacilli.
ഓക്കെ, ഇനി ആസിഡ് ഫാസ്റ്റിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? നമ്മുടെ മൈക്കോബാക്ടീരിയം സ്പീഷീസ് ഉണ്ടാക്കുന്ന അസുഖങ്ങളൊക്കെ, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആൻഡ് മൈക്കോബാക്ടീരിയം ഏവിയം കോംപ്ലക്സ് അല്ലെങ്കിൽ മൈക്കോബാക്ടീരിയം ലെപ്രെ. ദെൻ സ്പൈറോക്കിഡ്സിന് എക്സാമ്പിൾസ് ആണ് ട്രിപ്പോണിമ പല്ലിഡം, ലെപ്റ്റോസ്പൈറം. ഓക്കെ, സോ ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്ന ഡിസീസ് കണ്ടീഷൻ, ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്ന ഓർഗാനിസത്തിന്റെ പേരെന്താ? ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്നത് വെരിസില്ല സോസ്റ്റർ. ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്ന ആരാണ്? വെരിസില്ല സോസ്റ്റർ. നെക്സ്റ്റ്, ഡിഫ്തീരിയ ഉണ്ടാക്കുന്ന ആരാണ്? ഡിഫ്തീരിയ കോർണി ബാക്ടീരിയം ഡിഫ്തീരിയ. ദെൻ വൂപ്പിംഗ് കഫ് ഉണ്ടാക്കുന്നത് ആരാണ്? വൂപ്പിംഗ് കഫ് ബോട്ടിഡല്ല പെർട്ടൂസിസ്. കോളറ ഉണ്ടാക്കുന്നത് വിബ്രിയോ കോളറെ. ദെൻ ഫുഡ് ആൻഡ് വാട്ടർ കൂടിയാണ് അല്ലെ കോളറ ഉണ്ടാവും. നെക്സ്റ്റ് ഇസ് പ്ലേഗ്, യെർസീനിയ പെസ്റ്റസ്. ദെൻ ഫിലാരിയാസിസ് ആണ് വുചീരിയ ബാൻഡ്രോഫി. ഓക്കെ, ഫിലേറിയാസിസ് വുചീരിയ ബാൻഡ്രോഫി. Then rabies is Lessavy virus 1. Then trachoma എന്ന് പറയുന്നത് ഇതിനു മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞിട്ട് is the infection of the eye. Chlamydia trachomatis ആണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. Next one is tetanus, Clostridium tetani. Next is syphilis, Treponema pallidum. Next one is gonorrhea, Neisseria gonorrhea. Then UTI ഞാൻ പറഞ്ഞു E. coli, bacillary dysentery ആരാണ്? ഷിജില്ല. ഓക്കെ, സ്ലീപ്പിംഗ് സിക്നസ് ആണ് ട്രപ്പനോസോമ ഗാംബിയൻസ്. സ്ലീപ്പിംഗ് മോർണിംഗ് സിക്നസ് എന്നൊക്കെ പറയില്ല, സ്ലീപ്പിംഗ് സിക്നസ്. ദെൻ മലേറിയ അറിയാലോ, പി വിവാക്സ്, പി ഒബേലെ, പി ഫാൽസിപാര ഒക്കെയാണ് അതിന് എക്സാമ്പിൾസ്. ഓക്കെ, അപ്പൊ ആന്റിബയോട്ടിക്സിന്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു.